നമ്മളൊക്കെ ഏറെ സ്നേഹിച്ചയാളായിരുന്നു സഖാവ് ജി സുധാകരൻ. ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദീർഘകാലമായി നമ്മുടെ പാർട്ടിയുടെ നേതാവായി പ്രവർത്തിച്ചയാണ്. സഖാവ് നാസർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച ആരാധനയോടെ കണ്ടിരുന്ന സഖാവ് ജി സുധാകരൻ ഇന്ന് ശത്രുപാളയത്തിൽ എത്തിയിരിക്കുന്നു. എങ്ങനെ അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നു എന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹത്തോടെ ആ നിലയിൽ സ്നേഹത്തോടെ നമ്മളെല്ലാവരും കാണുകയും പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹം നടത്തിയ പഠന ക്ലാസ്സുകളിൽ ആവേശപൂർവ്വം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് സഖാവ് ജി ഭുവനേശ്വരൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഡിസംബർ മാസം 2-ാം തീയതി KSUവിൻ്റെയും DSUവിൻ്റെയും ഗുണ്ടകൾ പന്തളം NSS കോളേജിൽ അദ്ദേഹത്തെ ആക്രമിച്ച് 7-ാം തീയതിയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ചാരുമൂട്ടിലാണ്, കരിമുളക്കിലാണ്. കശുവണ്ടി തൊഴിലാളി കൗൺസിലിൻ്റെ സ്ഥലത്താണ് അദ്ദേഹത്തെ അന്ന് അടക്കം ചെയ്തത്. ആ രക്തസാക്ഷി മണ്ഡപത്തിൽ പഴയകാല SFIക്കാരായിട്ടുള്ള ഞങ്ങളും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുമൊക്കെ 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വിവിധ പരിപാടികൾ നടത്തി ഭുവനേശ്വരൻ്റെ സ്മരണ പുതുക്കുകയുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും പുതുക്കും. ആ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയതിൽ KSUവിനൊരു പങ്കുമില്ല, നായർ ഗുണ്ടകളാണ് ചെയ്തത് എന്ന് സുധാകരൻ സോവനെ പോലെ ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? അദ്ദേഹത്തോടുള്ള എല്ലാ ഇഷ്ടവും നമുക്ക് കുറയില്ലേ? ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കൾ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവരാണ്. പക്ഷെ നമ്മളെല്ലാവരും എത്ര സഖാക്കളാണെങ്കിലും നമ്മുടെ ഈ ചെങ്കൊടിയെ തള്ളിപ്പറയുമ്പോൾ, ഈ പാർട്ടിയെ അവഗണിക്കുമ്പോൾ സഖാക്കൾക്ക് സഹിക്കില്ല. എല്ലാത്തിനും മീതെയാണ് പാർട്ടി. അത് വളരെ കൃത്യമായി ആലപ്പുഴയിലെ സഖാക്കളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് സഖാവ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പലപ്പുഴയിലെ സഖാക്കൾ പാർട്ടിയെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തുനിഞ്ഞപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ ചുവന്ന കൊടി പിടിച്ചുകൊണ്ട് ഒരു തരത്തിലും ഈ പാർട്ടിയെ നിങ്ങൾക്ക് ക്ഷീണിപ്പിക്കാൻ കഴിയില്ല, ഈ ചുവന്ന കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അമ്പലപ്പുഴയുടെ മണ്ണിൽ ഈ പാർട്ടിയെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുമെന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ പൊതുസമ്മേളന വേദിയിലേക്ക് വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, പുന്നപ്പറ രക്തസാക്ഷികളുടെ മണ്ണാണ്. പുന്നപ്പറ രക്തസാക്ഷികൾ, പുന്നപ്പറ വയലാർ രക്തസാക്ഷികൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് രക്തസാക്ഷിത്വം വരിച്ചത്? അവരാരും ഒരു പഞ്ചായത്ത് മെമ്പറോ ഇല്ലേ, ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അസംബ്ലിയോ പാർലമെന്റോ മന്ത്രിസ്ഥാനമോ ഒന്നും ആഗ്രഹിച്ചല്ല അവർ പോരാടിയത്. പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്ത്, അവർ പോരാടി രക്തസാക്ഷിത്വം വരിച്ചേ. അവരുടെ മണ്ണാണിത്. സഖാവ് VS-ഉം സഖാവ് PKC-യും അടക്കമുള്ള പുന്നപ്ര വയലാർ സമരനായകർ ഉഴുതുമറിച്ച ഈ പുന്നപ്രയുടെ മണ്ണ്, ഈ ചുവന്ന മണ്ണ് കളങ്കപ്പെടാൻ പാടില്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയേണ്ട ആളല്ലായിരുന്നോ സഖാവ് ജി സുധാകരൻ? ഇവിടെ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അദ്ദേഹം വഹിച്ച സ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം 4 പ്രാവശ്യം MLA-യും 2 പ്രാവശ്യം മന്ത്രിയും, പ്രഥമ ജില്ലാ കൗൺസിൽ, ഞങ്ങളെല്ലാം മുതലേ അംഗങ്ങളായിരുന്നു. നാസർ സാഹു പറഞ്ഞല്ലോ, പ്രഥമ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റും മുനിസിപ്പൽ വൈസ് ചെയർമാനും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും പിന്നെ ഒരുപാട് സമിതികളുടെ ചെയർമാൻ എന്ന നിലയിലുമെല്ലാം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം ഈ
ഈ പാർട്ടി നൽകുകയുണ്ടായി. അങ്ങനെ അത്രയും അവസരം കിട്ടിയ ഒരു സഖാവ് യഥാർത്ഥത്തില് അദ്ദേഹം പാർട്ടിയിൽ വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഇടവന്ന കാരണം ഇവിടെ പറഞ്ഞു. 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒഴിയണം. അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, സഖാവ് വൃന്ദാക്കാരാട്ട്, സഖാവ് പ്രകാശ് കാരാട്ട്, സഖാവ് മണിക് സർക്കാർ അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും 75 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ് അവരെല്ലാവരും ഈ പാർട്ടിയെ, സഖാവ് SRP അവരെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം പാർട്ടി പറഞ്ഞിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സുധാകരൻ സാഹുവിനും ഈ ജില്ലയിൽ ഞങ്ങളെയൊക്കെ നയിച്ച് ഈ പാർട്ടിയെ സഹായിച്ച് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലല്ലേ അദ്ദേഹം ഏർപ്പെടേണ്ടത്? അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ അദ്ദേഹം എങ്ങനെയാണ് പ്രകടമാക്കിയതെന്നൊക്കെ നാസറൂടെ പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഡീവിയേഷൻ ഈ ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ MP രാഘവൻ പ്രശ്നം വന്നപ്പോൾ, ഗൗരിയമ്മ പ്രശ്നം വന്നപ്പോഴും എല്ലാം വളരെ ശരിയായിട്ടുള്ള നിലപാട് ആലപ്പുഴയിലെ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് നമ്മളെയൊക്കെ പഠിപ്പിച്ചയാളാണ് സഖാവ് ജി സുധാകരൻ. എപ്പോഴും അദ്ദേഹം പറയും, ഒരു ഡീവിയേഷനും ആലപ്പുഴയിലെ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ഡീവിയേഷനും സാഹു മനസ്സിലാക്കേണ്ടത്, ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ഡീവിയേഷനും ഉണ്ടാകില്ല എന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്. ഒരു ഡീവിയേഷനും വിധേയമാകുന്നവരല്ല ഇവിടുത്തെ ആളുകൾ. നമ്മളെല്ലാവരെയും ഹൃദയത്തിൽ സ്നേഹിക്കും, സൂക്ഷിക്കും, എല്ലാവരോടെയും വളരെ ആദരവോടെ പെരുമാറും. എല്ലാവരും പാർട്ടിയാകുന്നത് കൊണ്ടാണ്, പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ്. ആ പാർട്ടിയെ പറഞ്ഞു കളഞ്ഞ് ശത്രുപക്ഷത്തിന്റെ പിന്തുണ നൽകിയാൽ ഞാൻ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ നിലയിലേക്ക് അദ്ദേഹം മാറിയതിൽ നമുക്കൊക്കെ വിഷമവും പ്രയാസവും ഇല്ലേ? ഉണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ഈ പാർട്ടിയോടെ ചെയ്യാൻ പാടില്ല. ഈ പാർട്ടിയെ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ പാർട്ടി മുന്നോട്ട് പോകണമെന്നുള്ളത് മറ്റാരേക്കാളും കരുതേണ്ട ആളല്ലേ സഖാവ് ജി സുധാകരൻ? കാരണം ഇന്നത്തെ ലോക സാഹചര്യവും ഇന്ത്യൻ സാഹചര്യവും എല്ലാം അദ്ദേഹം കൃത്യമായി പ്രസംഗിക്കുന്ന ആളാണല്ലോ. ഇന്നത്തെ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ എവിടേക്കാണ് അവർ കൊണ്ടുപോകുന്നത്? RSSന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം, അതിനെ ശക്തമായി ചോദ്യം ചെയ്യുവാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് ഒരുപാട് പരിമിതി ഉണ്ടെങ്കിലും CPIM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരിമിതി നമുക്കറിയാം, ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ടും ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായി രാജ്യത്ത് പോരാടുന്നത് ഇടതുപക്ഷമല്ലേ? രാജ്യത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും ചെറുപ്പക്കാരെയും സ്ത്രീകളെയും എല്ലാം ദ്രോഹിക്കുമ്പോൾ, കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ അടിയറവെക്കുമ്പോൾ, വർഗീയ ശക്തികളിലേക്ക് രാജ്യത്തെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ശക്തമായി പ്രതികരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM അല്ലേ? പാവപ്പെട്ടവന്റെ അത്താണിയാണ് ഈ പ്രസ്ഥാനം. ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല. ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ല. ആ ഇടതുപക്ഷത്തെ നിർണായകമായ ഘട്ടത്തിൽ സഹായിക്കേണ്ട ഒരാളാണ് ഈ രൂപത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് വന്നത്. അദ്ദേഹം കുറെ ദിവസങ്ങളായി, കുറെ നാളുകളായി അദ്ദേഹം പല അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ പോയി കണ്ടതാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. മറ്റു രൂപത്തിലുള്ള ഒരു തീരുമാനമൊന്നും എടുത്ത് പോകരുത്. നമ്മളിതെല്ലാം പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അദ്ദേഹം 96-ൽ കായംകുളത്ത് മത്സരിക്കുമ്പോൾ അന്നത്തെ അദ്ദേഹത്തിന്റെ കൗണ്ടിങ് ഏജന്റ് ആയിരുന്നു ഞാൻ, ആറോ ടേബിളിലെ ഏജന്റ് ആയിരുന്നു ഞാനത് ഇവിടെ ഇരുന്നപ്പോഴെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു. കുട്ടനാട് മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഓർക്കുകയാണ്. ഇവിടെ ഇരുന്നപ്പോൾ അതെല്ലാം ഓർത്തു. എന്തെല്ലാം തരത്തിലുള്ള പരിഗണനയും ആദരവും നമ്മൾ കൊടുത്തു, പാർട്ടി കൊടുത്തു. നമ്മളെന്ന് പറയുന്ന പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ പോകാൻ കഴിയുന്നു? പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. ഈ ജില്ലയിലെ ജനങ്ങളും ഈ മണ്ഡലത്തിലെ ജനങ്ങളും അതൊന്നും അംഗീകരിക്കില്ല, വകവെച്ച് തരില്ല. കാരണം അവർക്ക് ഈ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ വേണം.